മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത സ്നേഹവും സാഹോദര്യവും ഒത്തുചേരലുമൊക്കെയായിരുന്നു. ഇന്ന് പല വീടുകളിലും ഇത്തരം കൂട്ടായ്മകൾ അന്യം നിന്നു പോയിരിക്കുന്നു. ബന്ധങ്ങളെക്കാൾ പണത്തിനും സ്വത്തിനും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്നവരുടെ നാടായി കേരളം മാറുകയാണ്. അങ്കമാലി മൂക്കന്നൂരിൽ സ്വത്തിനു വേണ്ടി സഹോദരനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയ സംഭവം നടന്നിട്ട് 5 വർഷം പൂർത്തിയാകുന്നു. ആ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി വിധിച്ച ദിവസമാണിത്. അതിനിടെ കൊല്ലം കടപ്പാക്കടയിലെ ഒരു അരുംകൊലയുടെ വാർത്തയും കേട്ടു. മദ്യവും ലഹരിയുമാണ് പലരെയും അക്രമകാരികളാക്കുന്നത്. ആ കേസുകൾ പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. രണ്ടായിരത്തി അങ്കമാലി മൂക്കന്നൂരിലുണ്ടായ കൂട്ടക്കൊലപാതകം നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും നടുക്കുന്ന ഓർമ്മയാണ്. സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ സഹോദരനെയും കുടുംബത്തെയും വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. ആ കേസിൽ പ്രതി ബാബു കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. പ്രതിക്കെതിരെ കൊലപാതകവും വധശ്രമവും അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞു. ശിക്ഷയിന്മേലുള്ള വാദം ഈ മാസം 29 നടക്കും. സഹോദരൻ ശിവൻ, ഭാര്യ വത്സല, ഇവരുടെ മകൾ സ്മിത എന്നിവരെയാണ് വീട്ടിൽ അതിക്രമിച്ച് കയറി വെട്ടിക്കൊലപ്പെടുത്തിയതെന്നാണ് കേസ്. ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരനായ 62 വയസ്സുള്ള ശിവൻ, ഇയാളുടെ ഭാര്യ വത്സല 58 വയസ്സ്, ഇവരുടെ മകൾ 30 വയസ്സുള്ള സ്മിത എന്നിവരെയാണ് ബാബു വെട്ടിക്കൊലപ്പെടുത്തിയത്. സ്മിതയുടെ ഇരട്ടക്കുട്ടികളായ അപർണയ്ക്കും അശ്വിനും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. മറ്റ് 2 സഹോദരങ്ങളുടെ ഭാര്യമാർക്ക് നേരെയും ബാബു വധശ്രമം നടത്തിയെങ്കിലും ഇവർ ഓടി രക്ഷപ്പെട്ടു. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം അമ്പലക്കുളത്തിൽ ചാടിയ ബാബുവിനെ നാട്ടുകാരും പോലീസും ചേർന്ന് അന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി. ശിക്ഷയിലുള്ള വാദത്തിനു ശേഷം വിധി പ്രസ്താവിക്കും. ന്യൂസ് 18 കൊച്ചി. മക്കളുടെ സൗഹൃദങ്ങൾ അതിരുവിടുന്നത് പലപ്പോഴും മാതാപിതാക്കൾ അറിയാറില്ല. കൂടെ പഠിക്കുന്ന കുട്ടികൾ തമ്മിലുള്ള സൗഹൃദം പ്രണയമായി വരെയും വളരാം. പത്തനംതിട്ടയിലെ 9ാം ക്ലാസ്സുകാരി ഗർഭിണിയായപ്പോഴാണ് രക്ഷിതാക്കൾ സൗഹൃദത്തെക്കുറിച്ചും പീഡനത്തെക്കുറിച്ചും അറിയുന്നത്. ക്ലാസ്സിൽ ഒന്നിച്ചു പഠിക്കുന്ന 14കാരനാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത്. കേസിൽ 9ാം ക്ലാസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബലാത്സംഗം, പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കടുത്ത വയറുവേദനയെ തുടർന്നാണ് വിദ്യാർത്ഥിനിയെ ആദ്യം സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെയാണ് പെൺകുട്ടി ഗർഭിണിയായ വിവരം പുറത്തറിയുന്നത്. ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിച്ചതോടെ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും തുടർന്ന് സഹപാഠിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ബലാത്സംഗം, പോക്സോ വകുപ്പിലെ 1, 2, 3, 4 വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. പെൺകുട്ടി നിരവധി തവണ പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ഇരുവരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരും സുഹൃത്തുക്കളുമാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ഒരു സാധാരണക്കാരൻ മദ്യപിച്ച് വാഹനമോടിച്ചാൽ കടുത്ത നടപടി സ്വീകരിക്കുന്നവരാണ് പോലീസുകാർ. എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് ജീപ്പ് ഓടിച്ചാലോ നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്യും. മലപ്പുറത്താണ് മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ ASIയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചത്. മലപ്പുറം CIയുടെ ഡ്രൈവർ കൂടിയായ ഗോപി മോഹനാണ് അപകടമുണ്ടാക്കിയത്.
കാറിൽ ഇടിച്ച ശേഷം പോലീസ് വാഹനം നിർത്താതെ പോകുകയായിരുന്നു. മദ്യപിച്ച് ജീപ്പ് ഓടിച്ചതിനും അപകടമുണ്ടാക്കിയതിനും ഗോപിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇയാളെ സർവീസിൽ നിന്നും സസ്പെൻഡും ചെയ്തിരിക്കുകയാണ്. മലപ്പുറം സിഐയുടെ ഡ്രൈവർ കൂടിയായ ASI ഗോപി മോഹനെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മദ്യപിച്ച് ലക്കുകെട്ട നിലയിൽ നാട്ടുകാർ തടഞ്ഞു നിർത്തിയത്. മലപ്പുറം പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് സർവീസ് ചെയ്ത് മടങ്ങി വരികയായിരുന്നു ഗോപി മോഹൻ. ഇടയ്ക്കൊരു കാറുമായി ജീപ്പ് കൂട്ടിയിടിക്കുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാർ തടഞ്ഞു നിർത്തുകയും മലപ്പുറം SP വിവരം അറിയിക്കുകയുമായിരുന്നു. നാട്ടുകാരാണ് ദൃശ്യങ്ങൾ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. അരമണിക്കൂർ മുന്നേ ഈ വണ്ടി എടുത്ത് കൊണ്ടുപോകാൻ ഈ കണ്ടീഷനിൽ സാറ് വണ്ടി എടുത്തോണ്ട് പോകുമോ? ഞങ്ങൾ നന്നത്തോട് കയറ്റി കൊണ്ടുവരും. അരമണിക്കൂർ നിങ്ങളൊരു ഡ്യൂട്ടി ഇല്ല സാർ. നോക്കി പേരെന്താ എന്താ ഡ്യൂട്ടി നമുക്ക് അന്വേഷിക്കാമല്ലോ. നിങ്ങളെ പേര് പറയും. ഇതേ സ്റ്റേഷനിലുണ്ട്. മങ്കടത്തല്ല മങ്കടത്തല്ല ഇതെങ്ങനെ ഇറങ്ങി സാറ് വിളിച്ചു പറയാ. SP-യുടെ നിർദ്ദേശപ്രകാരം മങ്കട പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കൊണ്ടുപോയി. മദ്യപിച്ച് വാഹനമോടിച്ചതിനും അലക്ഷ്യമായി ഡ്രൈവ് ചെയ്തതിനും ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. തുടർന്ന് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തെ തുടർന്നാണ് ഗോപി മോഹനെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത്. ഇയാൾ ഓടിച്ച ജീപ്പിടിച്ച കാറുടമ പരാതിയില്ല എന്ന നിലപാടിലാണ്. ന്യൂസ് 18 മലപ്പുറം. നമ്മുടെ നാട്ടിലെ പല വീടുകളിലും ഇപ്പോൾ വീട്ടുജോലിക്ക് നിൽക്കുന്നത് ഇതര സംസ്ഥാനക്കാരാണ്. യാതൊരു മുൻപരിചയവുമില്ലാത്ത ഇവരെ എങ്ങനെ വിശ്വസിച്ച് രാത്രി സമയങ്ങളിൽ പോലും വീട്ടിൽ നിർത്താൻ കഴിയും? തിരുവനന്തപുരം ആറ്റിങ്ങലിലുണ്ടായ ഒരു സംഭവം മലയാളികൾക്കൊരു മുന്നറിയിപ്പാണ്. വീട്ടുകാരെ മയക്കിക്കിടത്തിയാണ് നേപ്പാളി സ്വദേശിനിയായ യുവതിയും സംഘവും മോഷണം നടത്തിയത്. സംഭവത്തിൽ 5 അംഗ സംഘത്തിലെ 2 പേർ പിടിയിലായി. വർക്കല സ്വദേശിനി ശ്രീദേവിയുടെ വീട്ടിലാണ് മോഷണമുണ്ടായത്. കഴിഞ്ഞ രാത്രിയാണ് സംഭവം. ശ്രീദേവി അമ്മയുടെ മകൻ ബാംഗ്ലൂരിൽ നിന്ന് ഭാര്യ ദീപയെ നിരവധി തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഫോണിൽ കിട്ടാത്തതിനെ തുടർന്ന് സമീപവാസിയായ ബന്ധുവിനെ വിളിച്ചു. തുടർന്ന് ബന്ധു വീട്ടിലെത്തുമ്പോൾ 4 പേർ ഓടി രക്ഷപ്പെടുന്നതാണ് കണ്ടത്. വീടിനുള്ളിൽ കയറി നോക്കുമ്പോൾ 3 പേരും ബോധരഹിതരായിരുന്നു. ശ്രീദേവി അമ്മ, മരുമകൾ ദീപ, ഹോം നഴ്സ് സിന്ധു എന്നിവർ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാട്ടുകാർ ഓടിക്കൂടി പ്രദേശത്ത് പരിശോധന നടത്തി ഒരാളെ പിടികൂടി. ഇയാൾ ബാഗിൽ പണവും സ്വർണവുമായി രക്ഷപ്പെടാൻ ശ്രമിക്കവേ വീടിന് പുറകിലെ മതിൽക്കമ്പിയിൽ കാൽ കുരുങ്ങി കിടക്കുകയായിരുന്നു. രാവിലെയോടെ സമീപത്തൊളിച്ചിരുന്ന മറ്റൊരാളെയും നാട്ടുകാർ പിടികൂടി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ 4 പേരടങ്ങുന്ന സംഘം പ്രദേശത്തുണ്ടായിരുന്നതായി കണ്ടെത്തി. 15 ദിവസം മുമ്പ് വീട്ടുജോലിക്ക് പ്രവേശിച്ച നേപ്പാളി സ്വദേശിനിയായ യുവതിയാണ് ഭക്ഷണത്തിൽ ലഹരി കലർത്തിയത്. അയിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 ആറ്റിങ്ങൽ. പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് പോലും കള്ളന്മാർ വിലസുകയാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ DYSP ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ജ്വല്ലറിയിലാണ് രാത്രി മോഷണം നടന്നത്. ജ്വല്ലറിയുടെ ഭിത്തി തുറന്ന് 45 പവനോളം സ്വർണം കവർന്നു. DYSP ഓഫീസിന് സമീപം ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന റെന ഗോൾഡിനാണ് കവർച്ച നടന്നത്. കെട്ടിടത്തിന്റെ മുകളിലേക്കുള്ള കോണിയുടെ ഭാഗത്തെ ഭിത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. ദേശീയപാതയോരത്ത് താമരശ്ശേരി DYSP ഓഫീസിന് സമീപത്തായുള്ള ജ്വല്ലറിയിലാണ് വൻ കവർച്ച നടന്നത്. കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറുന്ന കോണിയുടെ ഷട്ടർ തുറന്ന് ജ്വല്ലറിയുടെ ഒരു വശത്തെ ചുമർ തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് പ്രവേശിച്ചത്.
കിഴക്കോത്ത് ആവിലോറ് സ്വദേശി അബ്ദുൾ സലാമിന്റെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറി രാത്രി 7:30യോടെയാണ് അടച്ചത്. രാവിലെ 8 മണിയോടെ മുകളിലേക്ക് കയറാനെത്തിയ ആളാണ് ചുമർ തുറന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വിവരം ജ്വല്ലറി ഉടമയെ അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് 45 പവനോളം സ്വർണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. 3 അംഗ സംഘമാണ് മോഷണം നടത്തിയതെന്ന് സമീപത്തെ കടകളിലെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മുഖം മറച്ചാണ് മോഷ്ടാക്കൾ എത്തിയത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ അരവിന്ദ് സുകുമാർ, താമരശ്ശേരി ഡിവൈഎസ്പിയുടെ ചുമതലയുള്ള ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചു. സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. താമരശ്ശേരി ഇൻസ്പെക്ടർ സായൂജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 താമരശ്ശേരി. കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷയുടെ അവസാനത്തെ ശബ്ദ സന്ദേശങ്ങൾ നമ്മുടെയൊക്കെ ചെവികളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. തെറ്റിന് കൂട്ടുനിൽക്കാത്തതിന് നിരന്തരം മാനസിക പീഡനം ഏൽക്കേണ്ടി വന്ന യുവ അഭിഭാഷക. പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ മുതിർന്ന അഭിഭാഷകർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. അനീഷ ആത്മഹത്യ ചെയ്ത കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കൊല്ലം ജില്ലയിൽ അഭിഭാഷകർ കോടതി നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. ആരോപണ വിധേയരായ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ, APP എന്നിവർക്കെതിരെയുള്ള അനീഷയുടെ ശബ്ദ സന്ദേശങ്ങളും 19 പേജുള്ള ഡയറി കുറിപ്പും പുറത്തുവന്നിട്ടും പറവൂർ പോലീസിന്റെ അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്നാണ് ആക്ഷേപം. ആരോപണ വിധേയരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് കൊല്ലം ബാർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. അന്വേഷണം വേഗത്തിലാക്കണമെന്നാണ് കുടുംബത്തിന്റെയും ആവശ്യം. ശബ്ദ സന്ദേശങ്ങളുടെയും ഡയറി കുറിപ്പിന്റെയും അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങിയതായാണ് പരവൂർ പോലീസ് പറയുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടിരുന്നു. അനീഷയുടെ വീട് സന്ദർശിച്ച വനിതാ കമ്മീഷനും അന്വേഷണം ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകി. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. അവരുടെ ആത്മഹത്യാ കുറിപ്പിലും അവര് സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലും എങ്ങനെയാണ് നീതിന്യായ സംവിധാനത്തെ അട്ടിമറിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അവരോട് സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്ത് അവരോട് പറഞ്ഞിരിക്കുന്നത് അവരോട് രാജിവെച്ച് വീട്ടിലിരിക്കാനാണ്, അല്ലെങ്കിൽ ലീവ് എടുത്ത് വീട്ടിൽ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ത്രീയായ ഒരു APPക്ക് നീതിന്യായം നടപ്പാക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തിനിടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഞങ്ങളുടെ പാർട്ടിക്കാരിലൂടെ ഭരിക്കണം, മര്യാദയ്ക്ക് തോന്നുന്നു. ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. തെറ്റുകൾക്ക് കൂട്ടുനിൽക്കാത്തതിന് നിരന്തരം മാനസിക പീഡനം നേരിടുകയാണെന്നും ആത്മഹത്യയുടെ വക്കീലാണെന്നും അടുത്ത സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശങ്ങളിൽ അനീഷ വ്യക്തമാക്കിയിരുന്നു. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യമാക്കിയെന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളും ഇതിലുണ്ട്. നിയോഗിക്കപ്പെട്ട ജോലി ചെയ്യാത്ത സഹപ്രവർത്തകനെയും അതിന് പിന്തുണ നൽകുന്നവരെയുമാണ് ശബ്ദ സന്ദേശത്തിലൂടെ കുറ്റപ്പെടുത്തുന്നത്. മേലുദ്യോഗസ്ഥനും സഹപ്രവർത്തകരും അനീഷയെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് കുടുംബവും പറയുന്നു. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട കൊല്ലം ജില്ലയിൽ അഭിഭാഷകർ കോടതി നടപടികൾ ബഹിഷ്കരിച്ചു. ന്യൂസ് 18 കൊല്ലം. വീട്ടിൽ പങ്കാളിയുമായി ചെറിയ വാക്കുതർക്കമോ വഴക്കോ ഉണ്ടായാൽ ജീവിതം അവസാനിപ്പിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. വയനാട് പുൽപ്പള്ളിയിലെ റോസമ്മ എന്ന വയോധികയുടെ മരണവും ആത്മഹത്യയാണ്. സീതാ മൗണ്ട് സ്വദേശി മാത്യുവിന്റെ ഭാര്യ റോസമ്മയെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കാണാതായത്. പിന്നീട് ബത്തേരിക്ക് സമീപം മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കുടുംബ പ്രശ്നമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു കാര്യം ഒരിക്കൽ കൂടി പറയട്ടെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല.
രാവിലെ ബത്തേരിക്കടുത്ത് 3-ാം മൈലിലാണ് റോസമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ബാങ്കിലേക്കെന്ന് പറഞ്ഞാണ് റോസമ്മ വീട്ടിൽ നിന്നിറങ്ങിയത്. വൈകുന്നേരമായിട്ടും ഇവരെ കാണാതായതോടെ കുടുംബാംഗങ്ങൾ പുൽപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ബത്തേരി പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കുടുംബ പ്രശ്നമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വൈകുന്നേരത്തോടെ മൃതദേഹം സീതാ മൗണ്ട് സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ന്യൂസ് 18 വയനാട്. ക്രിമിനൽ സംഘങ്ങളുടെ താവളമാണ് കൊച്ചി നഗരം. കൊട്ടേഷൻ സംഘങ്ങളും ലഹരി മാഫിയയും മാത്രമല്ല, പിടികിട്ട പുള്ളികൾ വരെയും നഗരത്തിൽ ഭീതി വിതയ്ക്കുന്നുണ്ട്. ഇതോടെ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ കടുത്ത നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ്. വിവിധ കേസുകളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന 114 പേരെ പ്രത്യേക പരിശോധനയിൽ അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ ജാഗ്രത എന്ന പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊച്ചി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ക്രിമിനൽ സംഘങ്ങൾ പിടിയിലായത്. വിവിധ കേസുകളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന 114 പ്രതികളെ ഓപ്പറേഷന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തു. ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചുമത്തിയ പ്രതികളാണ് ഇവരിൽ പലരും. കഴിഞ്ഞ രാത്രിയും പകലുമായാണ് നടപടി പൂർത്തിയായത്. 400 ഉദ്യോഗസ്ഥരാണ് 90 സംഘങ്ങളെ തിരിഞ്ഞ് പരിശോധന നടത്തിയത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതികൾ എവിടെയുണ്ടെന്ന് ഉറപ്പുവരുത്തിയായിരുന്നു പോലീസ് നടപടി. ഓപ്പറേഷൻ ജാഗ്രത എന്ന് പേരിട്ട ഈ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി 400ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ 90 ടീമുകളായിട്ട് വിഭജിച്ച് അവരുടെ നേതൃത്വത്തിലാണ് ഈ സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയത്. ഏകദേശം 194 സ്ഥലങ്ങളിൽ പോലീസ് ഇന്നലെ റെയ്ഡ് നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി 114 അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. ഈ അറസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വളരെ ലോങ് പെൻഡിങ് കേസുകളിൽ പിടികിട്ടാപ്പുള്ളികളായിട്ടുള്ള ആളുകൾ, കോടതിയിൽ നിന്നും നോൺ ബെയിലബിൾ വാറണ്ട് പെൻഡിങ്ങുള്ള പ്രതികൾ, അതുകൂടാതെ ഓൾറെഡി പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്ന ക്രൈം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ. അങ്ങനെ ടോട്ടൽ 114 പേരെയാണ് 24 മണിക്കൂറിനുള്ളിൽ കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 307, 308 കേസുകളിൽപ്പെട്ട പ്രതികളുണ്ട്, മോഷണ കേസിൽപ്പെട്ട പ്രതികളുണ്ട്, റേപ്പ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളുണ്ട്, ചീറ്റിംഗ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഈ റെയ്ഡിൻ്റെ ഭാഗമായിട്ട് കൊച്ചി പോലീസിൻ്റെ പരിശോധന നടത്തുകയും പല പ്രതികളെയും പിടികൂടിയത് അന്യ ജില്ലകളിൽ നിന്നും. ബലാത്സംഗം, പോക്സോ, മയക്കുമരുന്ന് കേസുകൾ തുടങ്ങി ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണ് പിടിയിലായവരിലേറെയും. മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ടവർ, കോടതി വാറന്റ് പുറപ്പെടുവിച്ച കേസിലെ പ്രതികൾ എന്നിവരും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. അതേസമയം 2023 കൊച്ചി സിറ്റി പരിധിയിൽ മയക്കുമരുന്ന് കേസുകളിൽ വർധനവുണ്ടായതായി കമ്മീഷണർ എ അക്ബർ പറഞ്ഞു. നമ്മൾ ലഹരി മരുന്നുകളുടെ കാര്യത്തിൽ 2023 വളരെ കാര്യക്ഷമമായിട്ടുള്ള ഈ കേസുകൾ കൂടുതൽ പിടിക്കുന്നതിൻ്റെ അർത്ഥം കൊച്ചിയിലെ ലഹരി വ്യാപനം കൂടുന്നു എന്നല്ല. ഇപ്പോൾ കേസ് ഒന്നും പിടിക്കാതിരുന്നാൽ അതിൻ്റെ അർത്ഥം കൊച്ചിയിലെ ലഹരി ഇല്ല എന്നുമല്ല. കഴിഞ്ഞ വർഷത്തെ മാത്രം നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ 1359 NDPS കേസാണ് 2023 മാത്രം കൊച്ചി സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1359. അതുമായി ബന്ധപ്പെട്ട് 1551 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1359 NDPS കേസുകളാണ് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത്. കേസുകൾ കൂടുന്നു എന്നതിന്റെ അർത്ഥം കൊച്ചിയിൽ ലഹരി ഉപയോഗം കൂടുന്നുവെന്നല്ലെന്നും കമ്മീഷണർ വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും യൂത്ത് കോൺഗ്രസുകാരെ മനുഷ്യത്വരഹിതമായി തല്ലിച്ചതയ്ക്കുന്നത് കേരളം നടുക്കത്തോടെയാണ് കണ്ടത്. പ്രതിഷേധക്കാർക്കെതിരായ നടപടിക്കെതിരെ വ്യാപകമായ എതിർപ്പുകളും പരാതികളും ഉയർന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ആലപ്പുഴയിൽ മുഖ്യമന്ത്രി സഞ്ചരിച്ച നവകേരള ബസ്സിന് നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും പോലീസ് നോട്ടീസ് അയച്ചു. അനിൽ കല്ലിയൂരും സന്ദീപും ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് ആലപ്പുഴ സൗത്ത് പോലീസാണ് നോട്ടീസ് നൽകിയത്. അന്വേഷണത്തിൽ പോലീസ് ഒത്തുകളിക്കുന്നുവെന്ന പരക്കെ ആക്ഷേപം നിലനിൽക്കുകയാണ് പോലീസിന്റെ നടപടി. നവകേരള സദസ്സ് ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തിയ ഡിസംബർ 15-നാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് ക്രൂരമർദ്ദനമേൽക്കുന്നത്.
KSU ജില്ലാ പ്രസിഡന്റ് തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി അജയ് എന്നിവർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് കടന്നുപോയപ്പോൾ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് കരിങ്കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു. റോഡരികിൽ നിന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ അരൂർ എസ്ഐയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലേക്ക് മാറ്റി. എന്നാൽ പിന്നാലെ വന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം നിർത്തുകയും അപ്രതീക്ഷിതമായി പുറത്തിറങ്ങി പ്രവർത്തകരെ ആക്രമിക്കുകയുമായിരുന്നു. അടിയേറ്റ് വീണുകിടന്നവരെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ്, മറ്റു 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ വളഞ്ഞിട്ട് തല്ലി. നിയമം മറികടന്നുള്ള ഉദ്യോഗസ്ഥരുടെ അക്രമം വലിയ വിവാദമായെങ്കിലും മുഖ്യമന്ത്രി അറിഞ്ഞ ഭാവം പോലും നടിച്ചില്ലെന്ന് മാത്രമല്ല, ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുക കൂടി ചെയ്തു. സംഭവത്തിൽ പരാതിയുമായി തോമസും അജയും സൗത്ത് പോലീസിനെ സമീപിച്ചെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ല. പിന്നീട് കോടതി ഇടപെടലിനെ തുടർന്നാണ് അനിൽ, സന്ദീപ്, കണ്ടാലറിയാവുന്ന 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തത്. ആയുധം കൊണ്ട് ആക്രമിക്കുക, ഗുരുതരമായി പരിക്കേൽപ്പിക്കുക, അസഭ്യം പറയുക തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കേസെടുത്ത് 1 മാസമായെങ്കിലും തുടർ നടപടികൾ പോലീസ് ബോധപൂർവം വൈകിപ്പിക്കുന്നു എന്ന പരക്കെ ആക്ഷേപമുണ്ട്. നടപടികൾ ആരംഭിച്ച് 1 മാസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ഹാജരാകാൻ കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയത്. തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയായിരുന്നു നടപടി. അക്രമത്തിൽ വിമർശനം പോലും ഉന്നയിക്കാത്ത മുഖ്യമന്ത്രി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി കൂടി നൽകിയ പശ്ചാത്തലത്തിൽ പ്രതികൾ തിങ്കളാഴ്ച ഹാജരാകുമോ എന്ന് വേണം കാത്തിരുന്നു കാണാൻ. ന്യൂസ് 18 ആലപ്പുഴ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരൻ തൂങ്ങി മരിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. ചക്കിട്ടപ്പാറ സ്വദേശി ജോസഫിന്റെ മരണത്തിലാണ് നടപടി. പാലാ നഗരസഭയിലെ എയർപോർട്ട് മോഷണ വിവാദത്തിൽ CPM അംഗത്തിനെതിരെ കേരള കോൺഗ്രസ് കൗൺസിലർ രംഗത്ത്. CPM അംഗം ബിനു പുളിക്കകണ്ടം ആണ് മോഷണം നടത്തിയതെന്ന് ഉടമയായ കേരള കോൺഗ്രസ് കൗൺസിലർ ജോസ് ചീരൻകുഴി ആരോപിച്ചു. ഫെമ കേസിൽ ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ബിനീഷ് കോടിയേരിക്ക് പങ്കാളിത്തമുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട കേസുകളിലായിരുന്നു ചോദ്യം ചെയ്യൽ. വയനാട് പുൽപ്പള്ളിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 2 കേസുകളിലായി 7 വർഷം വീതം കഠിന തടവും 50,000 രൂപ വീതം പിഴയും ശിക്ഷ. പുൽപ്പള്ളി സ്വദേശി റിജോയെയാണ് ബത്തേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. വയനാട്ടിൽ വധശ്രമക്കേസിൽ 2 പേർ അറസ്റ്റിൽ. കൂളിവയൽ കുന്നേൽ വീട്ടിൽ ബാദുഷ, സഹോദരൻ നിസാമുദ്ദീൻ എന്നിവരെയാണ് പനമരം പോലീസ് അറസ്റ്റ് ചെയ്തത്. മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ 14 ഗ്രാം മെത്താഫെറ്റമിനും 5 ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. താമരശ്ശേരി സ്വദേശി ഹബീബ് റഹ്മാനാണ് പിടിയിലായത്. കന്യാകുമാരിയിൽ മുൻ പള്ളിക്കമ്മിറ്റി അംഗത്തെ പള്ളിമേടയിൽ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിലായിരുന്ന വികാരി റോബിൻസൺ കീഴടങ്ങി. വൈദികനും പള്ളിക്കമ്മിറ്റിക്കാരും ഉൾപ്പെടെ 13 പേർക്കെതിരെയാണ് കേസ്. കർണാടക മാണ്ഡ്യ ജില്ലയിലെ മേലുക്കോട്ടയിൽ കാണാതായ സ്വകാര്യ സ്കൂൾ അധ്യാപിക ദീപികയുടെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. കേസിൽ സംശയിക്കുന്ന പ്രദേശവാസി നിതീഷ് ഒളിവിലാണ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ കൊലപാതക കേസിന്റെ ചുരുളഴിച്ച് ഡൽഹി പോലീസ്. ഹിതേന്ദ്രയുടെ കൊലപാതകത്തിലാണ് കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിയാനും മുഖ്യപ്രതികളെ കണ്ടെത്താനും AI-യുടെ സഹായത്തോടെ സാധിച്ചത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ആപ്തവാക്യം. കോഴിക്കോട് നാദാപുരത്ത് ഇരട്ട പോക്സോ കേസിൽ പ്രതിയായ പോലീസുകാരനെ കോടതി വെറുതെ വിട്ടു. കൂരാച്ചുണ്ടിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ പീഡിപ്പിച്ചെന്ന ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിലാണ് പ്രതിയായ പോലീസുകാരൻ വിനോദിനെ നാദാപുരം കോടതി കുറ്റവിമുക്തനാക്കിയത്. പോലീസുകാരനെതിരായ പരാതി ശരിയല്ലെന്ന് വ്യക്തമായതിനെ തുടർന്നാണ് കോടതിയുടെ നടപടി. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.